ഹലോ ഗൈസ്, നീ കഴിക്കുന്നുണ്ടെങ്കിൽ ബാഗ് ഇട്ടിട്ട് എടുത്തേക്കാണോ പോകുന്നത്. എടുത്തേക്കുള്ള ഒരു ഷൂട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാം. ഭയങ്കര ചൂട്, ഭയങ്കര ചൂടാണ്. ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ, വിയർത്തൊരു വകയായി. ഇന്ന് ഉറുദുമെത്തയിൽ ഒരു ഷൂട്ടുണ്ട്. റീക്യാപ്പ് സെറ്റപ്പാണ്, ഓൾ കോർഡിനേഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. എന്താവും എന്തോന്ന് നല്ല ഡൗട്ടുണ്ട്. ഇവിടുന്നിപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ബൈ ദ വേ, മൈ നെയിം ഈസ് മുഹമ്മദ് സഫാൻ. കറൻറ്റ്ലി ദുബായിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഒരു ഷൂട്ടുണ്ട് ഞായറാഴ്ച. സോ അതിന് പോയിക്കൊണ്ടിരിക്കാം. സഹിക്കാൻ കഴിയാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ചൂട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. പണിയെടുക്കാനൊന്നും ഒരു മടിയുമില്ല. ചൂട് അത് സഹിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ഒരു കൊളാബറേഷൻ ഷൂട്ടായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഗൾഫ് കൈ സ്റ്റുഡിയോവും പിന്നെ ആരോ ക്യാപ്ചർ വെഡ്ഡിങ് കമ്പനിയുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഷൂട്ടാണ്. ഓൾ ഇൻ ഓൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഞാനും പിന്നെ ടോട്ടൽ 4 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. എല്ലാ കാര്യവും മാനേജ് ചെയ്യണം, പിന്നെ കൺട്രോൾ ചെയ്യണം. എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം, പറയണം. ഇതാണ് എൻ്റെ ഇന്നത്തെ പണി. ചൂട് സഹിക്കാൻ കഴിയാത്ത ചൂടാണ്, വിയർത്തൊരു വകയായിട്ടുണ്ട്. എല്ലാവരും എന്നെ എന്തോ ഒരു ഭീകരജീവി പോകുന്ന പോലെ നോക്കുന്നത്. എന്താണോ എന്തോ ഇങ്ങനെ പോകുന്നിട്ടായിരിക്കും. നാട്ടിലേക്കെല്ലാം പോകുന്ന ലുക്കിലായിരിക്കും ബാഗും കാര്യങ്ങളും. ഓൾമോസ്റ്റ് മെട്രോ സ്റ്റേഷൻ എത്തി. ഒരു സമാധാനം കിട്ടിയ പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ ചൂടൊന്ന് വെയിലേക്ക് കയറുമ്പോൾ ഒരു സുഖമുണ്ട്, അതേപോലെ ഇല്ലതിപ്പോൾ. ഭയങ്കര ചൂടായിരുന്നു. അതിന് മെട്രോ സ്റ്റേഷനിൽ കയറിയപ്പോൾ ലൈക്ക് കുളിച്ചിറങ്ങിയ പോലെയുള്ളൊരു ഫീലുണ്ട്. ചൂട് ഭയങ്കര ചൂടാണ്. മെട്രോ സ്പെക്സ് ഇടുന്ന ആൾക്കാരുടെ മെയിൻ പ്രശ്നം എ സിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫോഗ് അടിക്കും. അത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിക്ക് ആൾ വരുന്നുണ്ട്. അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ ചൂട്. ഹലോ, ഫൈനലി ഹായ് പ്രവീൺ. വരണ ജസ്റ്റ് ഒരു ഹായ്. தம்பி இன்னைக்கு அந்த செட்டப் ஃபுல்லா எடுக்கணும். இதுதான் கல்ஃப் கட்ஸோட ஓனர். இன்னைக்கு மற்றவ மாதிரி அவன் மாதிரிலாம் வந்துட்டு இந்த ஏரில் நிறுத்தணும். நாங்கள் என்னதுக்கு அப்போ இவ்வளோ பெரிய கேமரா தோக்க வச்சிருக்கோம், பெரியம்மா எல்லாம் அப்படி கேட்பாங்க. அதே நீயே இங்கே மானிட்டர்லாம் மவுண்ட் பண்ணி ரொம்ப நாட்டு காட்டணும். சும்மா 4 கேபிள் அங்கோடி இங்கோடி கமுத்தி நிமித்தி திருக்கி அது பிரச்சனை இல்லை. அது எல்லாமே நான் பார்த்துக்கிறேன். சவுண்ட் சிஸ்டத்துல கேபிள் காண அந்த கேபிள் எடுத்து ட்ரைபேட் சுத்தி போடு. வேற அதுக்கு 10 கேபிளே எனக்கு காட்டணும் இல்லை. இப்போ ഓക്കെ, ഷൂട്ടിംഗ് സ്പോട്ടിലെത്തിയിട്ട് വായിക്കാം. ഫൈനലി ലൊക്കേഷൻ എത്തി. പോയിട്ട് റീക്യാം സെറ്റപ്പ് ചെയ്യണം. ഇതാണ് മെയിൻ ഇഷ്യൂസ്. ഇപ്പോൾ എടുക്കണ്ട ഫോട്ടോ എടുക്കണ്ടേ? ഞാൻ ഇത് യൂട്യൂബ് സീരിയസാ, അത് സെപ്പറേറ്റാக எடுக்கிற பிரச்சனை இல்லை. எனக்கு ஒரு கண்டென்ட் ரெடி தந்துட்டு நீ ഓൾമോസ്റ്റ് 3 o'clock 4 o'clockനാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിന് മുമ്പേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. സോ അതിന് വേണ്ടി നേരത്തെ 2 hours ബിഫോർ ടൈം. ഇപ്പോൾ ഒരു 1 hour കറക്റ്റ് 1 hour മുമ്പ് എത്തിയിട്ടല്ലോ.
ഞാൻ ഓൾമോസ്റ്റ് 12:30 ആ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 1:55 ആയിട്ടുണ്ട്. സോ ഇതാണ് ലൊക്കേഷൻ. ഇവിടെയാണ് വെന്യൂ വരുന്നത്. പാകിസ്ഥാനി ഓഡിറ്റോറിയം. സോ മാസ് എൻട്രിയിലാണ് പ്രതീക്ഷിച്ചത് ഞാൻ, പക്ഷെ ഒന്നും നടന്നില്ല. സോ ഇതാണ് ലൊക്കേഷൻ, വെന്യൂ വരുന്നത്. So this is the location. Location where we are shooting, and this is the guy who is shooting in some place. Shapar. ഇതാണ് ലൊക്കേഷൻ വരുന്നത്. സോ നോക്കാം എന്ത് നടക്കും, എന്താകും, എങ്ങനെയാവും, എങ്ങനെയാകും. ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓപ്പറേഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. യെസ്, இப்படி போடுறது பெட்டரா? രണ്ട് സേത്ത് പോടുறதுக்கான പ്ലാൻ. ഇല്ല ഇല്ലേ, കാരണം ഒന്നിപ്പോൾ അതായതുകൊണ്ട് അവിടെ മാറ്റണം. ഇത് തൂക്കടേ இது இப்படியே போடுது, அதுதான் பெட்டர் ஐடியா. പക്ഷേ ஆனால் இப்படி ஸ்டாண்ட் மவுண்ட் பண்ணுவேன், அதுதான் பிரச்சனை. அதான் கேட்டேன் நான் என்ன சொன்னேன்னா, ரெண்டு வேணும், இல்லைன்னா ஸ்டாண்டு நிற்காது. எது ஸ்டாண்டு வைட் ஆகும்ல. ரெண்டண்ணா? ஆமாம் ஜி பிரதர், we need one more thing in that side. Yeah, because here big tripod, so I need two together. These two I will set here. I have one more camera there. ഈ ക്യാമറയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതിന് ട്രാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ മാത്രം ട്രാക്ക് ചെയ്യും. പാമ്പ് പടം എടുക്കുന്നത്. ഫുൾ A74 മാത്രം. ഇതല്ലേ ഇത് കൊടുത്തോ, ഞാൻ ഒരു അടപ്പിലാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ആടി എത്താരും ഡയറക്റ്റ് ഓഡിയോ നടക്കാൻ. இந்த ஃபுட்டேஜ் இந்த கையில் எப்படி போறேன்னு நான் பார்க்கட்டு. அப்போ அவன் சொல்லுவான் அந்த ஃபுட்டேஜ் எப்படி இங்கே வரணும் நான் பார்க்கட்டு. அதுதான் ஏன்னா அந்த நிறத்தின இடத்துல தம்பி தொடங்குறா. நான் இங்கே வந்து நான் சொன்னல இப்போ போட ஒரு ஆப்பு, இது ஆப்பு சொன்னல முன்னாடி മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് ആ പ്രവീൺ ജോയ് ആണ് ഇത്. ഇത് വന്നിട്ട് ഉരുട്ട്, ഇത് சுத்தமான அது செக்கு நாட்டில் சுத்தமான உருட்டு. நீங்க வச்சிருங்க, நான் கொண்டு வரேன். அவங்கள்ட்ட இருக்கு, அப்போ அது நீங்க உங்க சைடுல எடுத்துக்கோங்க. ஓகே, എനിക്ക് ഷൂട്ട് ചെയ്യുന്നത് എല്ലാം A74 മാത്രമാണ്. അല്ലേ നമുക്കൊരു കണ്ടന്റ് വേണം, ഇല്ലേനെ ഉരുവാണ്. அப்பப்போ அலையா என்ன கொஞ்சம் கரெக்டாக வீடு தான் அண்ணா ஃபேஸ் அண்ணங்காரன் நிறத்தின இடத்துல நீயா தொடங்கு. சரி அலையா இந்த கேமரா எடா ஆர்பிஎங்க இருக்கு. அவங்க ப்ராப்பர்ட்டியை கொடு அலையா, உனக்குன்னு ஒரு சாதனம் கொண்டு வந்தேன் இன்னைக்கு. A74 வித் G lens. சார்ஜ் இருந்தா இதை பாக்கெட்டில் பவர் பேங்கில் கொடுத்துட்டு நேரம் A74 Sigma 24 to 70, A74 to 70 to 200. ഫുൾ A74ലാണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ബാക്കപ്പ് ആയിട്ടൊരു RP ഉണ്ട്. ദിസ് വൺ ഈസ് RP. ഇപ്പോൾ ഫസ്റ്റ് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ചെക്ക് ചെയ്യണം ഫസ്റ്റ്. അതിന് ശേഷം കളർ ടൂൺസ് എല്ലാത്തിൻ്റെയും സെറ്റ് ചെയ്യും. 3 ക്യാമറേൻ്റെ ഒരേപോലെ കളർ ടൂൺ ചെയ്യും. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യും. എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. സോ ഓഡിയോ ആണ് മെയിൻലി ഫസ്റ്റ് ഇത് വരുന്നത്. ദാറ്റ് നോ wireless mic that it's on already. No, it's not working. Why? നാളെ ഓഡിയോ ചെക്കിങ് വരുന്നത്. സോ ഓഡിയോ ചെക്ക് ചെയ്തതൊക്കെയാണ്.
ഫസ്റ്റ് ഓഡിയോ ചെക്ക് ചെയ്യാണ്. ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ ചെക്ക് 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 ചെക്ക്. ഹലോ ഹലോ. അടുത്ത ടൈം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്രലാണ് ഷൂട്ട് ചെയ്യില്ല. അതാകുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സാച്ചുറേഷൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളായിരിക്കും. സോ check check. Hello hello. Check check check. Okay. സോ ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ക്യാമറയിൽ സെറ്റ് ചെയ്തു. ഇവിടെ 70-100 ഇത് ഫോക്കസ് ചെയ്യുന്ന മാതിരി, സ്പീക്കേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന മാതിരി. ഇത് A74 24-105 ഫുൾ വൈഡ് ആംഗിൾ. പിന്നെ ഗിംബൽ ഫോർ ഹൈലൈറ്റ്സ് 70-200 24-70. പിന്നെ A74. പിന്നെ RP 24-105. ഈ ക്യാമറയിൽ മോണിറ്റർ യൂസ് ചെയ്തതിന്. പിന്നെ ആ ക്യാമറയിലുള്ള ഫീഡും ഞാൻ ഫോൺ ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. സോ ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം സെറ്റായി. ഓഡിയോ ചെക്കിങ്ങും കാര്യങ്ങൾ A to Z കാര്യങ്ങൾ തീർന്നു. ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ ഇതാണ് ഇത് വരുന്നത്. ഓൾമോസ്റ്റ് നമ്മളൊക്കെ ഇപ്പോൾ പ്രോഗ്രാം ഓൾമോസ്റ്റ് കഴിഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് പാക്കപ്പ് ചെയ്യണം. പാക്കപ്പ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കുറേ ബാക്കി പണിയുണ്ട്. എല്ലാം കറക്റ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ ഫുട്ടേജസ് കോപ്പി ചെയ്ത് ഡ്രൈവ് അപ്ലോഡ് ചെയ്യണം. ഇപ്പം തന്നെ ചെയ്യണം. അത് ഇൻകേസ് ഫുട്ടേജസ് മിസ്സായിട്ട് വലിയൊരു പ്രശ്നമുണ്ട്. സോ ബാക്കി വീഡിയോ കാണാം. எப்படி இருந்தது எக்ஸ்பீரியன்ஸ்? It was a nice experience with Shafan. Because I didn't work with such a photographer, but he is such a marvelous person and is doing very well. And எப்படியெல்லாம் சொல்லிக்கோ, இது நான் அப்படியே போடுவேன். okay, no problem, because I am always saying the truth only, because he is one of the youngest photographer in this UAE, and I also wish him actually he want to become a big cinematographer in his future. ரூபாலண்ணா எப்படி இருந்தது எக்ஸ்பீரியன்ஸ்? எக்ஸ்பீரியன்ஸ் எப்படின்னு சொல்கிறத விட ஆசமா எப்படி இருந்தது எக்ஸ்பீரியன்ஸ்? ஒரு ஈவெண்ட்டும் ஒவ்வொரு அனுபவம். ஓகே, ஸோ ஒரு ஈவெண்ட்டும் நமக்கு ஒரு எக்ஸ்பீரியன்ஸை தரும். இப்போ இந்த 3cam செட்டப்பு, ஃபுல் ரெக்கார்டிங், ஸோ இவ்வளோ இந்த ஸ்கேலில் பண்ணும்போது நிறைய சேலஞ்ச் இருந்தது. பேட்ரி, மெமரி கார்டு, அதே மாதிரி பவர் பேங்கு, அதை ஹேண்டில் பண்ணுறது அவ்வளோ சேலஞ்சாக இருந்தது. நம்ம தம்பி சூப்பராக என்ன ஹேண்டில் பண்ணியிருக்கான். ஸோ ஹோப்ஃபுல்லி நல்லபடியாக முடிஞ்சது. நான் எப்பவும் சொல்லுவேன், ஒரு ஈவெண்ட் முடித்த பிறகு எங்களுக்கு இருக்கிறதுலே பெரிய சேலஞ்ச் என்னென்னா இதை அசம்பிள் பண்ணுறது தான். வரும்போது பிரச்சனை இல்லை, போகும்போது நம்மளை செஞ்சுருவாங்க. சரி, இப்போ ஒரு ரீலு எனக்கு നമുക്ക് തമ്പി ഉടയാൻ പടക്കഞ്ച ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പാക്ക് ചെയ്ത് ഇതാക്കാൻ ഇതെല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സാധനം ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്ത്
റിട്ടേൺ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രശ്നം. നോക്കിക്കോ ഇത് കണ്ട എല്ലാം അങ്ങനെ ഇങ്ങനെ ഇടും. ദിസ് ഈസ് മൈ ടൈം. ഇതിനാരും അത് എല്ലാം സെറ്റാക്കി വെക്കും, എന്നിട്ട് ബാക്കിനകത്തോടാൻ പോകും. അതായത് എൻ്റെ മെയിൻ. ആദ്യം സ്വന്തം കാര്യം നോക്കും, എന്നിട്ടേ ഞാൻ ബാക്കിയുള്ള കാര്യം നോക്കലും. അത് മെയിൻ തിങ്. ഫണ്ട് കിച്ചയിൽ വരുമ്പോൾ ബി ഹാപ്പി, ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ഇനി റൂമിൽ പോകണം. എന്നിട്ട് നാളത്തെ പരിപാടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. അതായത് നാളെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം, അതാണ് മെയിൻ ഇഷ്യൂസ്. നാളെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ എപ്പോൾ അപ്ലോഡായിട്ട് വരുത്തുമെന്ന് നമുക്ക് പറയാനില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ വീക്ക് ചെയ്തതിൻ്റെ പ്രൊജക്റ്റ് തീർന്നിട്ടില്ല. അത് തീർന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിക്ക്. സോ ബൈ.